പലതരം കോഴികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ കാവൽ നിൽക്കുന്ന കോഴികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ചില കോഴികളുണ്ട്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടുമ്പുറത്തെ വീടുകളിൽ ആ തരത്തിലുള്ള കാവൽ കോഴികൾ ഉണ്ടായിരുന്നു. എന്നാൽ CMന്റെ നിർദ്ദേശപ്രകാരം ആ തരത്തിൽ ഒരു കോഴിയെ കാവൽ നിർത്തിയ ഒരാളുടെ കഥയാണ് ഇന്ന് ഉസ്താദ് നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ ഉദ്വേഗജനകമായ കഥയാണ്. അതുകൊണ്ട് പേടിയുള്ള ആൾക്കാരൊക്കെ തൽക്കാലം മാറിപ്പോകുന്നതായിരിക്കും നല്ലത്. ഒരു സഹോദരന് അയൽവാസിയെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ആ സമയത്ത് CM മഹാനവരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, പിന്നെ എന്റെ അയൽവാസി വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്, വലിയ പ്രയാസം. അപ്പൊ CM മഹാനവർ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കോഴിയെ മൊഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ നേർച്ചയാക്കിക്കൊള്ളുന്നു. ഈ വീട്ടുകാരന്റെ ജോലി കോഴിനെ വളർത്തലാണ്. അന്ന് കോഴികളെ വളർത്തുകയും ചെറിയ കോഴി കുഞ്ഞുങ്ങളെ വിൽക്കുകയും കോഴിമുട്ട വിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു ഉപജീവനമാർഗം നടത്തുന്ന ഒരാളാണ്. അപ്പൊ ഇദ്ദേഹത്തോടാണ് CM മഹാനവർ പറയുന്നത്, നിങ്ങളുടെ വീട്ടിലുള്ള വലിയ ഒരു പൂവൻ കോഴിയെ മൊഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ നേർച്ചയാക്കിക്കൊള്ളും. അങ്ങനെ ഇയാള് മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ ഒരു കോഴീനെ നേർച്ചയാക്കി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നു പോയപ്പോഴാണ് ഈ അത്ഭുതം അവിടെ സംഭവിച്ചത്. പഴയ കാലത്ത് നമ്മുടെ ഒക്കെ വീടുകളിൽ ഒരു കോഴി മൊഹീദ്ദീൻ ശൈഖിന്റെ പേരിലുള്ള ഒരു കോഴി, റിഫായി ശൈഖിന്റെ പേരിലുള്ള ഒരു കോഴിയൊക്കെ ഒഴിഞ്ഞിടുന്ന ഒരു അവസ്ഥ ഉണ്ടാവായിരുന്നു. അപ്പൊ നമുക്ക് സമയമില്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇത് വലിയൊരു കാവലാണ്. പഴയ കാലത്തുള്ള മഹാന്മാരുടെ ഒരു നിർദ്ദേശമായിരുന്നു ഇതൊക്കെ. ഒരു കോഴിയെ വീട്ടിൽ ഒഴിഞ്ഞിട്ടാൽ ഒരുപാട് പ്രയാസങ്ങൾ തീരാനും വലിയ വലിയ വിപത്തുകൾ നീങ്ങിപ്പോകാൻ. ഇത് ഏറെക്കുറെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമായിരിക്കും. കുറച്ച് കാലങ്ങൾക്ക് മുൻപ്, ഒരു 2-3 പതിറ്റാണ്ട് മുൻപൊക്കെയുള്ള നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കോഴികളെ വളർത്തുന്നിടത്ത് അതിൽ പൂവൻ കോഴിയെ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ, റിഫായി ഷെയ്ഖിന്റെ പേരിൽ, അങ്ങനെ പല പല ഷെയ്ഖന്മാരുടെ പേരിൽ നേർച്ചയാക്കുക എന്നൊരു പതിവുണ്ടായിരുന്നു. അന്ന് വെച്ചാൽ അവിടെ കുറെ കോഴികളെ വളർത്തുന്നുണ്ടാവും. അങ്ങനെ കോഴികളെ വളർത്തുന്ന ഘട്ടത്തിൽ അതിനെ കാക്കയോ പരുന്തോ അല്ലെങ്കിൽ പൂച്ചയോ കുറുക്കനോ ഒക്കെ പിടിച്ചുകൊണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഇത് നേർച്ചയാക്കുന്നത്. അത് അടുത്തടുത്തുള്ള ചെറിയ ചെറിയ ഷെയ്ഖന്മാർ, ഔലിയാക്കൾ തൊട്ട് വലിയ വലിയ നാഷണൽ ഷെയ്ഖന്മാർ, ഇന്റർനാഷണൽ ഷെയ്ഖന്മാർ, ബദരീങ്ങൾ ലെവലിലേക്കൊക്കെ നേർച്ചയാക്കൽ പോകും. ഈ നേർച്ചക്കോഴി നറുക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ചടങ്ങും വല്ലാത്തൊരു ആഘോഷമായിരിക്കും എല്ലാ വീടുകളിലും. അന്ന് ഇന്നത്തെ പോലെ ഈ ബോയിലർ ചിക്കനും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഈ നേർച്ചക്കോഴി നറുക്കുക എന്ന് പറയുമ്പോൾ അതിങ്ങനെ വളർന്നു വലുതായി വലിയൊരു പൂവനായിട്ട് നമുക്ക് ഏത് വീട്ടിൽ ചെന്നാലും കോഴിക്കൂട്ടങ്ങളുടെ ഇടയിൽ ആ പൂവൻ കോഴി ഇങ്ങനെ നിൽക്കുന്നുണ്ടാൽ നേർച്ചക്കോഴിയാണെങ്കിൽ അത് കണ്ടാൽ അറിയും. കാരണം എത്ര അളിയാക്ക വന്നു പോയാലും നേർച്ചക്കോഴിക്ക് മാത്രം വലിയ പരിക്കില്ലാതെ അവിടെ നിൽക്കും. അങ്ങനെയാണ് അതിന്റെ കഥ. അപ്പൊ എന്തായാലും അത് പണ്ട് മുതലേ ഉള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതേ ഒരു കാര്യം തന്നെയാണ് CM ഇദ്ദേഹത്തോട് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇദ്ദേഹം രാത്രി കോഴിക്കൂടിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നു. ഇദ്ദേഹം കോഴി വളർത്തുന്ന ആളാണ്. അപ്പൊ വലിയ കോഴിക്കൂടുണ്ട്. അപ്പൊ കോഴിക്കൂടിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള കോഴിക്കളുടെ കരച്ചിൽ കേൾക്കുന്നു. അപ്പൊ ഇദ്ദേഹം ടോർച്ചൊക്കെ ആയിട്ട് ഒന്ന് അതുവരെ പോയി നോക്കാൻ തീരുമാനിച്ചു. വെളിച്ചവുമായി വെളുപ്പുമായി നേരെ വന്നു കോഴിക്കോടിന്റെ അടുത്ത്. അപ്പൊ ആ സമയത്ത് ഏതാണ്ട് കുറഞ്ഞ നിലാവുള്ള ദിവസമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ കോഴിക്കോടിന്റെ അടുത്ത് വന്നപ്പോൾ കോഴികളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നതാണ് ഇദ്ദേഹത്തിന്. ഓരോ കോഴികൾ ഇങ്ങനെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കോഴികളുടെ ശബ്ദം. അപ്പൊ ഇദ്ദേഹം നേരെ ഈ വീട്ടിൽ ഈ കോഴിക്കോടിന്റെ അടുത്ത് വന്ന് കോഴിക്കോട് തുറന്നു നോക്കുന്ന സമയത്ത് ഒരു പാത്രത്തിൽ അരിപ്പൊടി പോലത്തെ ഒരു വസ്തു. ഇതിന്റെ അടുത്ത്, ഈ ഒരു പാത്രത്തിന്റെ അടുത്ത് ഈ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ നേർച്ചയാക്കി ഈ പൂവൻ കോഴി നിൽക്കുന്നുണ്ട്. അപ്പൊ അതാണ് സംഭവം. ഇനി കഥ പറയുമ്പോൾ അതൊന്ന് പൊടിപ്പും തൊങ്ങലൊക്കെ ചേർക്കുന്നതിന്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നേർച്ചയാക്കി കഴിഞ്ഞാൽ ഇടയ്ക്ക് പരുന്ത് വരും, കോഴീനെ പിടിച്ചുകൊണ്ട് പോകും, കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചി എടുത്തുകൊണ്ട് പോകും, പൂച്ച വരും, കോഴീനെ പിടിച്ചുകൊണ്ട് പോകും, കുറുക്കന്മാരുള്ള സ്ഥലത്താണെങ്കിൽ അവിടെ കോഴീനെ പിടിച്ചുകൊണ്ട് പോകും. അപ്പൊ അതൊക്കെ പോയ കോഴി അത്ര നല്ല കോഴിയല്ലായിരുന്നു എന്ന് പറഞ്ഞ് സമാധാനിക്കലാണ് സാധാരണഗതിയിൽ പതിവ്. പക്ഷെ ഇതിപ്പോ CM നേർക്ക് നേര് പറഞ്ഞിട്ട് നേർച്ചയാക്കിയ കോഴിയാണ്. അതുകൊണ്ട് ആ ഒരു നമ്മളെ നാട്ടിൻപുറത്ത് പണ്ട് കിട്ടിയിരുന്ന കാവല് പോരാ, ഒരു സ്പെഷ്യൽ കാവല് കിട്ടണം. ആ ഒരു സ്പെഷ്യൽ കഥയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇദ്ദേഹം വന്ന് നോക്കുമ്പോൾ ഈ പാത്രത്തിനടുത്ത് ഇദ്ദേഹം നേർച്ചയാക്കിയ കോഴി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മറ്റു കോഴികൾ അതിന്റെ ചുറ്റും നിന്ന് നിലവിളിക്കുന്നുണ്ട്. എന്താ സംഭവം? ഈ പാത്രത്തിൽ നിന്ന് ഓരോ കോഴികളെയും നിലാവിന്റെ വെളിച്ചത്തിൽ ഈ അരിപ്പൊടി പോലത്തെ ഈ ഭക്ഷണമാണ്. അപ്പൊ ഇത് തിന്നാൻ വേണ്ടി കുത്തിയെടുത്ത് തിന്നാൻ വേണ്ടി വരുന്ന ഓരോ കോഴികളെയും ഈ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിലുള്ള കോഴി എന്തൊക്കെയാണ് കുത്തി മാറ്റുകയാണ്. ഇങ്ങോട്ട് അടുക്കരുത് എന്ന് പറഞ്ഞ രൂപത്തിൽ കാവൽ നിന്നുകൊണ്ട് ഈ കോഴി മറ്റുള്ള കോഴികളെ വരുന്ന ഇത് ഭക്ഷണം കുത്തിയെടുക്കാൻ വേണ്ടി വരുന്ന കോഴികളെ ഈ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ നേർച്ചയാക്കിയ കോഴി എന്ത് ചെയ്യാണ്, കുത്തി മാറ്റുകയാണ്. ഈ ഒരു രംഗമാണ് ഇദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ പാത്രത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറായി വരുന്ന കോഴികളെ മറ്റേ ആള് തടഞ്ഞു നിർത്തുകയാണ്. എന്താണ് ഇപ്പൊ ഇത് സംഭവം എന്ന് ഇയാൾ ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ എന്താ സംഭവം? തുടക്കത്തിൽ പറഞ്ഞില്ല അയൽവാസി പണി കൊടുത്തതാണേ.
അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. അപ്പൊ ഈ ഒരു പാത്രം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പരിചയമില്ലാത്തൊരു പാത്രം. സാധാരണ അദ്ദേഹത്തിന് കോഴികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രമൊന്നുമല്ല, ഒരു പുതിയ പാത്രം. ഈ ഒരു പാത്രത്തിൽ എന്തോ ഒരു അരിപ്പൊടി പോലത്തെ ഒരു വസ്തുണ്ട്. അത് കൊത്തിയെടുക്കാൻ വേണ്ടി ഓരോ കോഴികൾ വരുന്നു. അതിന്റെ അടുത്ത് മൊയ്തീൻ കോഴി ഇങ്ങനെ കാവൽ നിൽക്കുന്നതായിട്ടാണ് ഇദ്ദേഹത്തിന് കണ്ടത്. അപ്പൊ അദ്ദേഹം നേരെ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള വെളിച്ചം ഇങ്ങനെ കാണിച്ചിട്ട് ആ പാത്രം എടുത്തു കോഴിക്കൂട്ടിലേക്ക് കൈയിട്ട് പാത്രം എടുത്തു മാറ്റി ഇദ്ദേഹത്തിന്റെ പാത്രം അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള പാത്രമൊന്നുമല്ല, ഇതാരോ കൊണ്ടുവന്ന് വെച്ചൊരു പാത്രമാണ്. ഇതിലുള്ള വസ്തു പരിശോധിച്ചുള്ള അരിപ്പൊടി പോലത്തെ എന്തോ ഒരു വിഷാംശം കലർത്തിയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അപ്പൊ അത് നേരെ എന്താണ് ഇപ്പോ അയൽവാസിയോ മറ്റോ ഈ കോഴികൾ മൊത്തം ചത്തൊടുങ്ങി പോകാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഈ കോഴികളുടെ കൂട്ടിൽ വെച്ചതാണ്. എന്താലേ ഇജാതി അയൽക്കാരൊക്കെ ഉണ്ടാവാൻ പറ്റുമോ? ഒരാളുടെ കോഴിനെ കൊല്ലാൻ വേണ്ടി അയൽക്കാരൻ കഷ്ടപ്പെട്ട് രാത്രി ഭക്ഷണത്തിലെ സാധനങ്ങളൊക്കെ കലർത്തി അരിപ്പൊടി പോലത്തെ ഒരു സാധനത്തിൽ വിഷമൊക്കെ കലർത്തി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പൊ കോഴികൾ അത് തിന്നാൻ വേണ്ടി നോക്കുന്നു. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കോഴി ജമ്മുണ്ടെങ്കിൽ മറ്റു കോഴികളെ തിന്നാൻ സമ്മതിക്കൂല. വല്ലാത്തൊരു കാവൽ അല്ലേ, എജാതി കാവൽക്കാരൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്? ഇവിടെ ഈ നേർച്ചയുടെ കോഴി മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ കോഴി എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ട് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ മറ്റുള്ള കോഴികളെ തട്ടി മാറ്റി ഇതിന് കാവൽ നിൽക്കുന്ന രംഗമാണ് അദ്ദേഹത്തിന് കാണുന്നത്. അപ്പൊ ഏതാണ്ട് അൽഹംദുലില്ലാ ഈ കോഴി ഉള്ളതുകൊണ്ട് എല്ലാ കോഴികളും രക്ഷപ്പെട്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ ഈ പാത്രം എടുത്ത് മാറ്റി വെച്ച് കോഴിക്കോട് അടച്ച് അദ്ദേഹം പോയി കിടന്നു. അങ്ങനെ രാത്രി പോയി കിടന്നെങ്കിലും അദ്ദേഹത്തിന് രാവിലെ തന്നെ സി എമ്മിനെ പോയി കാണായിട്ടും ഇതൊക്കെ സി എമ്മിന്റെ ഒരു കറാമത്ത്, അല്ലെങ്കിൽ സി എം പറഞ്ഞതുപോലെ ചെയ്തത് കൊണ്ടുള്ള ഒരു പ്രത്യേക കറാമത്താണല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊന്നും സി എമ്മിനെ പോയി പറയായിട്ട് ഇദ്ദേഹത്തിന് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റിയില്ല. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇദ്ദേഹം കുളിച്ച് കുട്ടപ്പനായി നേരെ സി എമ്മിന്റെ അടുത്തേക്ക് വെച്ച് പിടിച്ചു. സി എമ്മിന്റെ അടുത്തേക്ക് അങ്ങനെ കയറി ചെന്നിട്ട് സി എമ്മിന്റെ അടുത്ത് സലാം പറഞ്ഞു. അവിടെ നോക്കുമ്പോൾ അതിനേക്കാളും വലിയ അത്ഭുതം. അവിടെ ചെന്ന് സലാം പറഞ്ഞു. ആരാ വന്നതെന്ന് അദ്ദേഹം പറഞ്ഞ പേര് പറഞ്ഞു ഞാളാണ്. അപ്പൊ മഹാനവർ ഇങ്ങോട്ട് ചോദിച്ചു, അല്ല നമ്മുടെ മൊയ്തീൻ ഷെയ്ഖ് തങ്ങളുടെ കോഴി മറ്റെല്ലാ കോഴികളെയും രക്ഷപ്പെടുത്തിയല്ലേ? ഇദ്ദേഹം അവിടെ ചെന്നത് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇതൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഷെയ്ഖുല്ലാന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിക്കാൻ ആടത്തി പേര് പറഞ്ഞു ആരാ വന്നത് ഞാളാന്ന് പറഞ്ഞു. അപ്പൊ പേര് പറഞ്ഞതോടുകൂടെ ചോദിക്കുന്നു, അപ്പോൾ നമ്മുടെ മൊയ്തീൻ ഷെയ്ഖ് തങ്ങളുടെ കോഴി മറ്റെല്ലാ കോഴികളെയും രക്ഷപ്പെടുത്തിയല്ലേ ഇങ്ങോട്ട് ചോദിക്കും. അപ്പൊ ഇത് ഭയങ്കര ഒരു കറാമത്താണെന്ന് വിചാരിച്ച് ആലോചിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അല്ലാഹു അക്ബർ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാര്. അവരോട് ചോദിക്കാനുള്ളത്, ഇയാൾ ചെന്ന് ഇങ്ങനെ അദൃശ്യമായ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്ക് ഒരാൾ അവിടെ കയറി ചെന്ന് സലാം പറയുമ്പോൾ ആരാ വന്നത് എന്ന് അകത്തുനിന്ന് വിളിച്ച് ചോദിക്കാണ്ട് തിരിയൂല? സി എമ്മിന് ഇന്ന ആളാ വന്നത് എന്നും കൂടി അങ്ങ് തിരിയൂലേ? അതിനിപ്പോ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു കൊടുക്കണം ഇന്ന ആളാണ് എന്ന് പറയുമ്പോഴാണോ ഇത് ഓർമ്മ വരിക? സി എമ്മിന്റെ കറാമത്തിന് ഈടായിട്ട് എന്തൊക്കെയോ ഒരു ഇടിവുണ്ട്. അല്ലെങ്കിൽ ആ കയറി ചെല്ലുമ്പോൾ തന്നെ ഇന്ന ആളല്ലേ വന്നത് എന്ന് അകത്തുനിന്ന് വിളിച്ച് ചോദിക്കണം. അതാണ് ആ കറാമത്തിന്റെ ഒരു കൃത്യം സാധനം. അത് അടുത്ത തള്ളുമ്പോൾ അതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് തള്ളിയാൽ ഗംഭീരമായിരിക്കും. എന്തിനാണ് ഈ തള്ളൊക്കെ തള്ളുന്നതെന്ന് അറിയോ? ഇപ്പോഴത്തെ കാലത്ത് എന്തായാലും പഴയ പോലെ കോഴികളെ നീർച്ചയാക്കുന്ന പരിപാടികളൊന്നുമില്ല. കോഴികളെ വളർത്തുന്ന പരിപാടി തന്നെ കുറവാണ്, പിന്നല്ലേ നീർച്ചയാക്കലേ. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ കോഴി വളർത്തൽ ആട് വളർത്തലൊക്കെ കുറയുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ ആണ്ട് നീർച്ചകൾ നടക്കുന്ന സ്ഥലത്തേക്ക് മൗലൂദ് നടക്കുന്ന പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ നീർച്ചക്കോഴികളെ അവർ തയ്യാറാക്കുക. അപ്പോൾ ഒരു കോഴീനെ നീർച്ചയാക്കിയാൽ, ബദരീങ്ങളെ പേരിൽ ഒരു കോഴീനെ നീർച്ചയാക്കിയാൽ, അല്ലെങ്കിൽ അമ്പംകുന്ന് ബീരാനൗലിയ പാപ്പാന്റെ പേരിലോ തെയ്യോട്ടറച്ചിറ കമ്മു സൂപ്പിന്റെ പേരിലൊക്കെ നീർച്ചയാക്കിയാൽ അവിടെ ആണ്ട് നീർച്ച നടക്കുന്ന സമയത്ത് ഈ നീർച്ച സാധനങ്ങളെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ അറുത്ത് അവിടുത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ ഇപ്പൊ ആളുകൾ ഇങ്ങനെ നീർച്ചയൊന്നും വല്ലാതെ ആക്കാത്തതുകൊണ്ട് കിട്ടപ്പോര് നല്ല കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ കോഴിനെ നിങ്ങൾ നീർച്ചയാക്കുന്നില്ലെങ്കിൽ ഒരു 100 റുപ്യോ 500 റുപ്യോ 1000 റുപ്യോ ഒക്കെ നീർച്ചയാക്കിയാൽ സി എമ്മിന്റെ മക്ബറയിൽ സിയാറത്തിന്റെ നീർച്ചയും കാര്യങ്ങളും ആണ്ടും ഒക്കെ നടക്കുന്ന സമയത്ത് അതൊരു വലിയ മുതൽക്കൂട്ടാവും. എന്ന് മാത്രമല്ല അത് വെറുതെ ചെയ്യണമല്ല, അതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ കാവലുകളൊക്കെ കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു 1000 റുപ്യ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒരു 100 റുപ്യ നിങ്ങൾ പിന്നെ നീർച്ചയാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1000 റുപ്യൻ്റെ ആശുപത്രി കേസ് വരെ നിങ്ങൾക്ക് മാറി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഉസ്താദ് പറയുന്നത്. അപ്പൊ അടുത്ത തവണ എല്ലാവരും നീർച്ചയാക്കണേ. അപ്പൊ ഇത്തരത്തില് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ഒരു കോഴി അവിടെ ഉള്ളതുകൊണ്ട് എന്താണ്, നേർച്ചയുടെ കോഴി ഉള്ളത് കൊണ്ട് എന്തായി മറ്റെല്ലാ കോഴികളും രക്ഷപ്പെട്ടു. അപ്പൊ നമ്മള് നേർച്ചകളിലേക്കൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബീഉൽ അവ്വൽ പരിപാടി, ബദരീങ്ങളുടെ പരിപാടി, മദീന ചെയ്തങ്ങളുടെ പരിപാടി, റിഫായി ചെയ്തങ്ങളുടെ പരിപാടി, അല്ല ശിവല്ലാഹിന്റെ നേർച്ചകൾ, ഇങ്ങനത്തേലൊക്കെ നമ്മൾ നേർച്ച കൊടുത്താൽ ആ ഒരു 100 രൂപ നമ്മൾ സംഭാവന കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 100 രൂപ കൊണ്ട് ചിലപ്പോൾ ഉണ്ടാവും 1000 രൂപ ഒരുപക്ഷെ ഡോക്ടർമാർക്ക് കൊടുക്കേണ്ടി നമ്മൾ സലാമത്തായി കിട്ടും. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഈ കഥയും അതിൻ്റെ ഇടയിൽ കൂടി സി എമ്മിൻ്റെ ഒരു ചെറിയ കറാമത്തും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും പരമാവധി പെട്ടെന്ന് വലിയ എമൗണ്ടുകൾ നീർച്ചയാക്കിക്കോളി. അപ്പൊ അതിൻ്റെ ഒരു കാവൽ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. നേരത്തെ മറ്റേ കോഴി കൂടെയുള്ള കോഴി കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിച്ചതുപോലെ ഈ നീർച്ച കൊടുത്ത പൈസ ചിലപ്പോൾ നിങ്ങളുടെ അതിൻ്റെ ഒരു 10 ഇരട്ടി പിന്നെ സമ്പത്ത് രക്ഷപ്പെടുത്തി തന്നേക്കാം ഒരു പക്ഷേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.